ശ്രീ സജീവൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഉത്കണ്ഠയും തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ പ്രതിപക്ഷ പാർട്ടിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഹരിയാനയുടെ കാര്യത്തിലാകട്ടെ, അതിനു മുമ്പ് നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഒക്കെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ അടുത്ത് ബീഹാറാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് കുറെ കൂടി ചർച്ച ചെയ്യാൻ പാകത്തിനുള്ള ഒരു റിസൾട്ടാണോ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്? വലിയൊരു വിജയമാണ് NDA സഖ്യത്തിന് നേടിയിരിക്കുന്നത്. അതായത് എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. മഹാസഖ്യം അതുപോലെ താഴേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകളെ കൂടുതൽ ബലപ്പെടുത്തുന്നതായി ഈ ജനവിധി മാറാനിടയുണ്ടോ? ഇല്ല, നമുക്ക് പരാജയത്തിന്റെയും വിജയത്തിന്റെയും ന്യായീകരണങ്ങൾ പലതും നടത്താം. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മഹാഗഡ്ബന്ധൻ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വോട്ട് ചോരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് അത് നേരത്തെ ഹരിയാനയിൽ സംഭവിച്ച അതേ കാര്യമാണ് ബീഹാറിൽ സംഭവിച്ചത്. അതൊക്കെ തെളിവുമായിട്ട് വന്ന് പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നോക്കൂ, ഒരു സഖ്യം മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്നത് വളരെ കർക്കശമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് ബീഹാറിൽ ഇത്തവണ പ്രവർത്തിച്ച എങ്ങനെയാണ്? 15 സ്ഥലങ്ങളിൽ കോൺഗ്രസ് പല ഘടകകക്ഷികളുമായിട്ട് ഘടകകക്ഷികൾക്കെതിരെ മത്സരിച്ചു. സൗഹൃദ മത്സരം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. സൗഹൃദ മത്സരം നടത്തിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസിനോ അല്ലെങ്കിൽ കോൺഗ്രസ് എതിർത്തിട്ടുള്ള മഹാഗഡ്ബന്ധനിലെ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ ജയിക്കാൻ പറ്റിയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മറ്റെന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരു പ്രധാന ശത്രു 2014 അധികാരത്തിലേറിയ BJP സർക്കാരിനെ കേന്ദ്രത്തിൽ പലതവണ പരാജയപ്പെടുത്താൻ 2 തവണ കിട്ടിയ അവസരവും പരാജയപ്പെട്ടു. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതേപോലെ കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓരോരോ കാരണങ്ങൾ പറയുന്നു. ആ കാരണങ്ങൾക്കപ്പുറത്ത് ഈ പ്രസ്ഥാനത്തെ ഈ മുന്നണിയെ എത്ര ശക്തമായിട്ട് കൊണ്ടുപോകണം, അവിടെ വിട്ടുവീഴ്ചകൾ അനിവാര്യമായിരുന്നു. ഇപ്പോ 15 സംസ്ഥാനങ്ങൾ 15 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ച അല്ലെങ്കിൽ എതിർത്ത് പരസ്പരം സൗഹൃദ മത്സരം നടത്തിയ കോൺഗ്രസിന് എന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റി? മഹാഗഡ്ബന്ധന് എന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഒരുമിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ഗഡ്ബന്ധന്റെ ഏറ്റവും വലിയ പരാജയം. അതേ സമയം തന്നെ ഈ മറുപുറത്ത് NDA അവര് അങ്ങേയറ്റത്തെ ശത്രുതയോട് കൂടിയിട്ടാണ് ഈ നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഒക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ ചവിട്ടിത്താഴ്ത്തിയിട്ടല്ല, ഈ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കുറവുണ്ടാവുന്നില്ല. അവിടെ കോൺഗ്രസ് ഈ മുന്നണിയിൽ എടുത്ത നിലപാടിന്റെ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. കോൺഗ്രസ് ഇപ്പോഴും ആന മെലിഞ്ഞു എന്ന കാര്യം സമ്മതിക്കുന്നില്ല. മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാന്നുള്ള കാര്യം തീരെ സമ്മതിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, അത് അദ്ദേഹം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകുമാർ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇനി ബീഹാറിൽ അങ്ങനെ വലിയ രക്ഷയൊന്നുമില്ല. ഇതുപോലുള്ള പാർട്ടികളുടെ ഒരു കക്ഷിയായി നിൽക്കാനേ കഴിയൂ. പഴയ പോലെ ബാർഗെയിൻ ചെയ്യാനും കഴിയില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ശ്രീ സജീവൻ. അല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പശ്ചാത്തപിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2018 ഇതേപോലെ ഒരു മഹാഗഡ്ബന്ധൻ ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിരുന്നു. അന്ന് ആ ദേശീയ തലത്തിലുള്ള മഹാഗഡ്ബന്ധന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ ആ ഗഡ്ബന്ധനെ ഒഴിവാക്കിക്കൊണ്ട് മോദിയോടൊപ്പം ചേരുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ ഈ മുന്നണിയെ മഹാഗഡ്ബന്ധനെ നിലനിർത്താനുള്ള താല്പര്യം കോൺഗ്രസിന് ഇല്ല. അവരിപ്പോഴും തങ്ങളുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്. ഇതൊരു വലിയ മിഷനാണ് എന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും ബോധ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അപ്പുറം ചാടി. നമ്മൾ നിതീഷ് കുമാറിനെ അന്നൊക്കെ അവസരവാദി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ, നിതീഷ് കുമാർ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ മോദി വിരുദ്ധനായിരുന്നു. നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ BJP ഉയർത്തി കാട്ടിയപ്പോൾ അതിൽ കെറിവിച്ചുകൊണ്ട് മുന്നണി ബന്ധം ഒഴിവാക്കിയ ആളാണ്. അങ്ങനെയുള്ള ഒരാളൊപ്പം കൂടുമ്പോൾ
ആ ആളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ശരി. മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായില്ല. ഇതേ കാര്യം പിന്നീട് മമതാ ബാനർജി പറഞ്ഞു, ഇതേ കാര്യം പിന്നീട് ശരത് പവാർ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വലിയ വിപത്തിനെ, പണ്ട് കാലത്ത് നമുക്കറിയാവുന്ന പോലെ ഇത് അടിയന്തരാവസ്ഥ കാലത്ത് ഇതേ ബീഹാറിൽ നിന്നാണ് ഇന്ത്യ മുഴുവൻ ഈ ഉള്ള ഒരു പ്രക്ഷോഭത്തിന്റെ തിരികൊളുത്തിയത്. ആ തിരികൊളുത്തുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു, JP ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അവിടെയൊക്കെ വിട്ടുവീഴ്ചകൾ JP ഒരിക്കൽ പോലും സ്വന്തം കാര്യം സോഷ്യലിസ്റ്റുകൾക്ക് മാത്രം നേട്ടം കിട്ടണമെന്ന് വിചാരിച്ച ആളല്ലല്ലോ. അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ വിശാലമായ നിലപാട് കൊണ്ടാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കിയത്. അത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അനിവാര്യത വളരെ വളരെ കാതലായ ചില വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നോക്കൂ ശരത്തെ, അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സംസ്ഥാനങ്ങളിലെ പാർട്ടികളിൽ ഒരു സ്വാധീനം ഉണ്ടാവും. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി ഒരു ജനാധിപത്യ സ്വഭാവം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അത് അന്നും വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വിമർശനങ്ങൾ ഇന്ന് കോൺഗ്രസ് കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഗവർണർമാരെ മാറ്റുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കൂ, മഹാസഖ്യം ഒരു കുറച്ച് വർഷം മുമ്പ്, 20 വർഷം മുമ്പ് മഹാസഖ്യം ബീഹാറിൽ അധികാരത്തിൽ വന്നു ഇല്ലേ? അന്ന് BJPയെ തോൽപ്പിച്ചുകൊണ്ട് മഹാസഖ്യം വന്നു. അന്ന് എല്ലാവരും പറഞ്ഞത് NDA BJP ജയിക്കുന്ന, പക്ഷേ അധികാരത്തിൽ വന്ന മഹാസഖ്യമാണ്. അതിന് നേതൃത്വം കൊടുത്ത ആൾ നിതീഷാണ്. അപ്പം നിതീഷിന് ബീഹാറിനുള്ള സ്വാധീനം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാതും പറയുന്നത്. അന്ന് നിതീഷ് കുമാർ ബീഹാറിലെ മഹാസഖ്യത്തിനൊപ്പമായിരുന്നു. ആ സഖ്യം പിന്നീട് പൊളിഞ്ഞിട്ടാണ് മാറിപ്പോയത്. അപ്പം നിതീഷ് കുമാർ അതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ശ്രീകുമാർ സാർ, സജീവൻ പറഞ്ഞത് അതല്ല, സജീവൻ സാർ പറഞ്ഞത് അതല്ല. അദ്ദേഹം പറഞ്ഞത് മഹാഗഡ്ബന്ധന്റെ അവസ്ഥ എന്താണ്, അതിൽ ഈ അവസ്ഥയിൽ എത്തിച്ചതിലെ കോൺഗ്രസിന്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്, നിതീഷ് കുമാറിനെ ജഡ്ജ് ചെയ്യുന്നതിൽ വന്ന പാളിച്ചകൾ ഇതാണ്, ആ നിലയിലാണ് പോയത്. ഇപ്പം നിതീഷ് കുമാറിന്റെ ഈ മുന്നണിക്കകത്ത് നിന്നിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ചത്. വിമർശനം മറുഭാഗത്താണ്. അതെ പറഞ്ഞത്. ഈ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിൽ അതിൽ തുടക്കത്തിലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്നൊരു ദേശീയ പാർട്ടി എന്ന, ബീഹാറിൽ മെലിഞ്ഞോ ഉത്തർപ്രദേശിൽ മെലിഞ്ഞോ എന്നുള്ളതല്ല, ദേശീയ പാർട്ടി എന്നുള്ള കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സിന് ബീഹാറിൽ അതേപോലെ താണുകൊടുക്കാൻ പറ്റില്ല. അവിടെ കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റ് RJD കൊടുത്തു. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടത്തിയ എത്രയോ സമ്മേളനങ്ങളിലെ ജനപ്രവാഹം നമ്മൾ കണ്ടതല്ലേ? അതൊന്നും AI നിർമ്മിതമല്ലല്ലോ. അപ്പോൾ ഈ ജനങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ വോട്ടായില്ല, അതാ പറഞ്ഞത്. ഈ ജനങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഇവരെ പിന്തുണച്ചു, ഇവരെ കണ്ടു. ഇപ്പോൾ തേജസ്വി യാദവ് ആണെങ്കിലും രാഹുൽ ആണെങ്കിലും അവരുടെ അതിലേക്കുള്ള വരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒപ്പം തന്നെയാണ് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഷക്കീൽ അഹമ്മദ് അവിടെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹം കട്ട്വയിൽ മത്സരിച്ചു. അദ്ദേഹം തുടക്കത്തിലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ചും കോൺഗ്രസ്സുകാരുടെ ആക്ഷേപം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരെ ഇങ്ങനെ സീറ്റുകൾ പണം വാങ്ങി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ബീഹാറാന്ന് ആലോചിക്കണം. ബീഹാറിലത്തെ രാഷ്ട്രീയത്തിലെ നിതീഷ് കുമാറും ബീഹാറിനെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാത്ത ആൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടേ.